നമസ്കാരം. കലാകേരളത്തിന്റെ കളിത്തൊട്ടിലാണ് ചങ്ങനാശ്ശേരി. സിനിമയിലും നാടകത്തിലും സംഗീതത്തിലും സാഹിത്യത്തിലുമൊക്കെ ഏറെ പ്രശസ്തരായ ഒരുപാട് പേരുള്ള ഒരു നാട്. അതെ, നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള ഒരാളെ പരിചയപ്പെട്ടാലോ? 1972 മുതൽ 20 വർഷക്കാലം പ്രൊഫഷണൽ നാടകരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ശ്രീമതി വത്സമ്മ ജെയിംസ്. സ്വാഗതം ചേച്ചി. സ്വാഗതം. ചേച്ചി, നാടകരംഗത്തിലേക്കുള്ള ആദ്യ പ്രവേശനം എങ്ങനെയായിരുന്നു? മോളെ, അത് എൻ്റെ സഹോദരിയാണ് ലീലാമ്മ ചെത്തിപ്പുഴ, നാടക നടിയാണ്. അപ്പോൾ ചേച്ചി എല്ലാ വർഷവും NSS കോളേജിൽ അവർ വാർഷികാഘോഷം നടത്താറുണ്ട്. സാറുമാരെല്ലാവരും കൂടി ഒരു നാടകം കളിക്കാറുണ്ട്. ആ വർഷവും കളിച്ചപ്പം ഞാൻ റിഹേഴ്സൽ കാണാൻ എന്നും പോകുമായിരുന്നു. പോയി നാടക ദിവസമായപ്പോൾ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ ആ ക്യാരക്ടറെ എനിക്ക് നല്ലപോലെ അറിയാം. ഈ നാടകം ഞാൻ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ നാടകം കളിച്ചു. എന്നെക്കൊണ്ട് അവർ കളിപ്പിച്ചു. എൻ്റെ ചേച്ചി സാറുമാരും എല്ലാവരും കൂടി കളിപ്പിച്ചു. അങ്ങനെ ഞാൻ കളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് 50 രൂപ പ്രതിഫലവും കിട്ടി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ ഒരു നാടക യാത്രയായിരുന്നു അതോടുകൂടി. ചേച്ചി എന്ന് അഭിനയിക്കാനായിട്ട് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കുകയില്ലായിരുന്നല്ലേ? ഇല്ല മോളെ, നടക്കത്തേ ഇല്ല. കാരണം എങ്ങനെ നടക്കാൻ, ഒരു ആർട്ടിസ്റ്റ് ഇല്ലല്ലോ. നാടകം എന്ന് പറയുന്നത് എല്ലാവരും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കയറി. അത് അവർക്കും ഒരു അനുഗ്രഹമായി. എനിക്ക് അതിനേക്കാളേറെ ഉപരിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു നടിയായിട്ട് വന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് മോളെ. 1972 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 50 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതെ. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സ്ത്രീകൾ നാടകത്തിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു? അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല മോളെ. കാരണം നമ്മുടെ നാട്ടുകാരാണ് നമ്മളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാടകം കളിക്കാൻ പോകുന്നതും വരുന്നതും എല്ലാം ഞങ്ങൾക്ക് ക്ഷീണമുണ്ടോ എന്ന് അവർ നമ്മളോട് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള നല്ല സൗഹൃദങ്ങൾ അന്നും ഇന്നും ഞങ്ങൾക്കുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മൾ. വേറെ ഒരു പ്രശ്നങ്ങളും അതിനിടയ്ക്കില്ല. അങ്ങനെയുള്ള ഒരു നാണക്കേടൊന്നുമില്ല ഞങ്ങൾക്ക്. സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ചേച്ചി ഒരു നടിയായിട്ട് മാറി. പിന്നീട് എങ്ങനെയാണ് പ്രൊഫഷണൽ നാടകരംഗത്തിലേക്ക് കടന്നത്? മോളെ, അത് എനിക്ക് അന്ന് ഞാൻ ലീലാമ്മ ചേച്ചിയെ വിളിക്കാൻ വേണ്ടി കൊല്ലം യൂണിവേഴ്സൽ തിയേറ്റേഴ്സിൽ നിന്ന് പാപ്പനംകോട് ലക്ഷ്മണൻ ചേട്ടൻ, CI പോളേട്ടൻ, അന്നത്തെ പ്രശസ്തരായ ഒത്തിരി ആളുകൾ കൂടിയിട്ട് ലീലാമ്മ ചേച്ചിയെ വിളിക്കാൻ വരുമ്പോഴാണ് ലീലാമ്മ ചേച്ചി നാടകശാലയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലീലാമ്മ ചേച്ചിക്ക് പറ്റില്ല. അപ്പം ഇന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കിട്ടണമെന്ന് പറഞ്ഞു എൻ്റെ അനിയത്തിയെ ഒന്ന് നോക്കുമെന്നും പറഞ്ഞിട്ട് കാണിച്ചപ്പോൾ അവരെന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ഉർവശി എന്നാണ് ആ ഇന്ദ്രധനുസ് നാടകത്തിലെ കഥാപാത്രം. ഞാൻ ഇതേ നമ്മുടെ ഉർവശിക്കുട്ടി നിൽക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൊല്ലം യൂണിവേഴ്സലിലേക്ക് പോയിട്ട് 4 വർഷം ഞാൻ ആ തിയേറ്റേഴ്സിൽ അഭിനയിച്ചു. പിന്നാണ് എൻ്റെ തുടർന്നുള്ള മറ്റുള്ള ട്രൂപ്പുകളിലേക്കുള്ള പോക്കൊക്കെ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പ്രൊഫഷണൽ ട്രൂപ്പുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി ട്രൂപ്പുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ചങ്ങനാശ്ശേരി തന്നെ ചങ്ങനാശ്ശേരി ഡ്രാമാറ്റിക് ക്ലബ്ബ്, തരംഗം, പീപ്പിൾസ് ഇന്ത്യ, പിന്നെ ചെങ്ങന്നൂർ ഒരു ദർശന തിയേറ്റേഴ്സ്, കോട്ടയത്ത് നാഷണൽ തിയേറ്റേഴ്സ്, പിന്നെ വൈക്കം മാളവിക, ഒത്തിരി, പിന്നെ അങ്കമാലി ഭരതക്ഷേത്ര. അവിടെയാണ് തിലകൻ ചേട്ടൻ സംവിധാനത്തിനാണ് ആദ്യം വന്നത്. മലയാള സിനിമയിലെയും നാടകരംഗത്തെയും എക്കാലത്തും പ്രശസ്തനായിരുന്ന തിലകൻ സാറുമായിട്ടുള്ള നാടകാനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. അയ്യോ, തീർച്ചയായിട്ടും. ഇത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഉള്ളിലുണ്ട്. തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് നാടകം സംവിധാനം ചെയ്യാനാണ്. പിന്നാണ് ഞങ്ങൾ തമ്മിൽ അഭിനയിക്കുന്നത്. ജയരാജ് സാറിൻ്റെ സീരിയൽ 12 എപ്പിസോഡ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സാറ് സംവിധാനം ചെയ്യാൻ വരും. നാടകം സംവിധാനം ചെയ്യാൻ പുള്ളി വണ്ടി വന്ന് നിർത്തുമ്പോഴേ പേടിയാണ് ഞങ്ങൾക്ക്. പുള്ളി വണ്ടി നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചടാപടാന്ന് കയറി വന്ന്, എല്ലാവരും പോർഷൻ പഠിച്ചല്ലോ, അപ്പോൾ ഇന്ന് പ്രോമിറ്റിംഗ് ഇല്ല, അതായത് പറഞ്ഞു തരില്ല, കളിച്ചോ എന്നാണ് പുള്ളിയുടെ അഡ്വാൻസായിട്ട് ഞങ്ങളോട് പറയുന്നത്. അപ്പോഴേ ഇവിടെ വിറയ്ക്കാൻ തുടങ്ങും മോനെ, പേടിയായി. അപ്പം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ പഠിച്ചോ, എന്നെ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ചങ്ങനാശ്ശേരി പഠിച്ചോ? ഞാൻ പറയും കുറച്ച് വരാം. അതിലൊന്നും അപ്പോൾ എന്നിട്ട് പുള്ളിക്ക് തന്നെ അറിയാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല പോർഷൻ പഠിക്കലെന്ന് പറഞ്ഞാൽ. നമുക്കൊരു മാസമൊക്കെ എടുക്കും പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ പോർഷൻ നമ്മൾ പഠിച്ചു വരുമ്പം ബൈഹാർട്ടാകുമ്പോൾ. അങ്ങനെ വന്നു. തിലകൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, സാരമില്ല, പേടിക്കൊന്നും വേണ്ട, പതുക്കെ ഇത്. പക്ഷേ ഒറ്റ കാര്യത്തിൽ പുള്ളി സ്ട്രിക്റ്റാണ്. പുള്ളി പറഞ്ഞു തരുന്ന ഒരു കാര്യം 1 പ്രാവശ്യം 2 പ്രാവശ്യം പുള്ളി നമുക്ക് വിട്ടുതരും. 3-ാം പ്രാവശ്യം അത് ചെയ്തില്ലെങ്കിൽ പുള്ളി എന്താ ഇങ്ങോട്ട് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് പറയും, നമ്മളെ ആശ്വസിപ്പിക്കും, സാരമില്ല കേട്ടോ, പോട്ടെ, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ നാടകം കളിച്ച് കഴിയുമ്പം പുള്ളി സംവിധാനം ചെയ്യുന്ന ആ ഒരു സീൻ നമ്മൾ അതുപോലെ ചെയ്താൽ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോനെ നന്നായിരുന്നു കേട്ടോ, ഇതാണ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒത്തിരി
തിലകൻ ചേട്ടന് ഒരുപാട് അവാർഡ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ തിലകൻ ചേട്ടൻ വരാത്തപ്പോൾ ഷമ്മി തിലകനും വരും. ചേച്ചി ഈ നാടക ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഉണ്ട് മോളെ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് നെഞ്ചു പൊട്ടിയ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾ വൈക്കം മാളവികയിൽ ചെമ്പിലരയൻ എന്ന് പറയുന്ന നാടകം കളിച്ച് പാലക്കാട് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരൻ നാടക സ്റ്റേജിൽ വന്നാൽ ഉറങ്ങിക്കോണമെന്നുള്ളത് ഞങ്ങളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പുള്ളി ഉറങ്ങത്തില്ല. ഞങ്ങൾ പാലക്കാട് നിന്ന് നാടകം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് തൃശ്ശൂർ മണ്ണൂത്തി എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി. വണ്ടി ചെന്ന് ഇടിച്ച് കയറുന്ന ഒരു വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് കയറിയിട്ട് ഓടുകൾ വീഴുന്നു, കട്ടകൾ വീഴുന്നു, നമ്മുടെ മേത്തോട്ടെല്ലാം വീഴുന്നു. നമ്മൾ എന്ത് ഒരു അറിവുമില്ല. ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. അയ്യോ എന്ന് വിളിച്ച് അലറി എഴുന്നേൽക്കുമ്പം രമണി മോളേ എന്നൊരു അമ്മയുടെ കരച്ചിൽ കേൾക്കാം നമുക്ക്. അപ്പം ഞങ്ങൾക്ക് ആർക്കും പിന്നെ വരുന്ന വണ്ടികളെല്ലാം നിർത്തി ഞങ്ങളെല്ലാം വലിച്ചെടുത്ത് വണ്ടിയെ കയറ്റി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നെയും കൊണ്ട് കിടത്തുമ്പോൾ എന്നാണെന്നറിയാമോ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് ഒരു തണുത്ത പോലെ ഒരാളെ ഞാൻ തൊടുന്നു. നോക്കുമ്പം 10 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു കിടക്കുക. എൻ്റെ തൊട്ടടുത്ത് എല്ലാവരെയും കൊണ്ട് നേരത്തെ കിടത്തിയിരിക്കുക, മെഡിക്കൽ കോളേജല്ലേ കിടത്തിയിരിക്കുക. ഞാൻ ഇതിനെ കാണാൻ വയ്യെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് തലമുടി താഴെ മുട്ടുന്ന പോലെ ഒരു പെൺകുട്ടി. ഈ കുട്ടിയാണ് അവിടെ അമ്മ വിളിച്ച രമണീന്ന്. 20 വയസ്സുള്ള മോള്. 2 പേരും മരിച്ചു. മോടെ സഹിക്കത്തിൽ ഇന്നും അത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ചങ്ക് പൊട്ടുക. ശരിക്കും പറഞ്ഞാൽ അതിന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് വലിയൊരു വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഹൃദയത്തിൽ നിന്നും വായിച്ചാൽ പോകാത്ത ഒരു അനുഭവമാണ് അതെനിക്ക്. എപ്പോഴും ഞാൻ ഓർക്കും. എൻ്റെ ഈ പാട് അന്നത്തെ ആക്സിഡൻറ്റിൽ എനിക്ക് കിട്ടിയതാണ് ഇത്. ഇവിടെ അപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളുടെ മൂക്ക് മുറിഞ്ഞ് ബ്ലഡ് പോകുന്നുണ്ട്, ഒരാളുടെ കണ്ണിനകത്ത് എന്തോ കുത്തിക്കയറിയിട്ട് പുള്ളിക്കാരിക്ക് വയ്യ. രമണി മാത്യു, കുമുദോ എന്ന് പറയുന്ന മുണ്ടക്കയത്തുള്ള ഈ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും, ജോസ്ഥാന ചേട്ടന് മാത്രമേ ഉള്ളൊന്നും പറ്റാത്ത, അല്ലാത്ത എല്ലാവർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് വരുമായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ മോളോട് പറയാനുണ്ട്. ചേച്ചിയുടെ ആ ഒരു അനുഭവം സത്യത്തിൽ കേൾക്കുന്നവർക്കെല്ലാം തന്നെ വല്ലാത്തൊരു വേദന ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നീട് ആ നാടകത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇല്ല മോളെ, അതോടുകൂടി ആ നാടകം നിന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ മാനസികമായിട്ടുള്ള ഒരിതുമില്ല. അങ്ങനെയുള്ള ഒരു നാടകം കേൾക്കുന്നത് പോലും ഞങ്ങൾക്കൊരു വിഷമമായിട്ട് വന്നു. ജോണേട്ടൻ അടക്കം എല്ലാവർക്കും. ട്രൂപ്പിൻ്റെ മാനേജറാണ് ജോണേട്ടൻ, TK ജോൺ. വലിയ പ്രശസ്തനായ ഒരു നടനാണ് പുള്ളി. എല്ലാവർക്കും അതോടുകൂടി ഞങ്ങളുടെ ആ വർഷത്തെ ട്രൂപ്പ് പിരിഞ്ഞു. അങ്ങനെയുള്ള വലിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ നമുക്കെല്ലാം ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം പെൻഡിങ്ങിൽ വയ്ക്കുക. അത്രമാത്രമേ ഉള്ളൂ മോളോട് പറയാനായിട്ട്. അത്രയ്ക്ക് നന്മയും തിന്മയും ഉണ്ടാകുന്ന ഒരു ഫീൽഡാണിത്. പിന്നെ നമുക്കുള്ള ഒരു സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പോയി എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മനപ്രയാസപ്പെട്ടാണെങ്കിലും 10 ഡയലോഗ് പറയുമ്പം ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, ആ കയ്യടിയും ഈ നാടകത്തിൽ നിന്ന് ഏറെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഒരുപാട് മോശമായിട്ട് അവർക്ക് തോന്നും. കാരണം എനിക്കത് അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. പറഞ്ഞു തരുന്നത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലോ. അത് ചെയ്യുമ്പോൾ സ്റ്റേജിൽ വരെ കിട്ടിയിട്ടുണ്ട്. അക്ഷമാല എന്നും പറഞ്ഞു പീപ്പിൾസ് ഇന്ത്യയുടെ നാടകം കളിക്കുമ്പോൾ കൂടെ പാടുന്ന പയ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം വെച്ചതാണ്. അപ്പം ഇവന് നെഞ്ചുവേദന വന്നപ്പോഴത്തേക്ക് ഗ്ലാസ് തിരിഞ്ഞു പോകുമ്പോൾ സ്വന്തം മോനെ അത് കുടിച്ച് മരിക്കുന്നേ. അപ്പം മോനെ കൊന്ന ഇവിളെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് ടീർ കിട്ടുന്നത്. അങ്ങനെ വരെ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത മോനെ ഇത്രയത്തിൽ എത്തിയത്. നാടകവേദികളിൽ കണ്ണീരിലും ചിരിയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശ്രീമതി വത്സമ്മ ജെയിംസ് നമ്മുടെ നാടിന്റെ അഭിമാന മുദ്രകളിൽ ഒന്നാണ്. കലയിലൂടെ സമൂഹത്തിൽ മാനവികതയുടെ തിരിതെളിയിക്കുന്ന ഇത്തരം പ്രതിഭകളെ അറിയുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതോടെ ചേച്ചിയുമൊത്തുള്ള നമ്മുടെ സംവാദം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.